യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ ബാഴ്സലോണയെ പരാജയപ്പെടുത്തി ഫ്രഞ്ച് ക്ലബ് PSG സെമിയിൽ. ഇന്ന് ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ പോരാട്ടത്തിൽ 1-4 ഗോളുകൾക്ക് ജയിച്ചാണ് PSG സെമിയിലേക്ക് മുന്നേറിയത്. ആദ്യ പാദത്തിൽ ബാഴ്സ 3-2 വിജയിച്ചിരുന്നു. 6-4 എന്ന അഗ്രഗേറ്റ് സ്കോറിലായിരുന്നു PSGയുടെ സെമി പ്രവേശനം. മത്സരത്തിൽ ആദ്യം ലീഡെടുത്തത് ബാഴ്സലോണയായിരുന്നു. 12-ാം മിനിറ്റിൽ ലാമിൻ യമാലിൻ്റെ ക്രോസിൽ റഫീനിയാണ് ബാഴ്സയ്ക്ക് ലീഡ് നൽകിയത്. എന്നാൽ 29-ാം മിനിറ്റിൽ ബാഴ്സലോണ ഡിഫൻഡർ റൊണാൾഡോ അറൗഹോ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ കളി ബാഴ്സയുടെ കയ്യിൽ നിന്ന് പോയി. 10 പേരായി ചുരുങ്ങിയ ബാഴ്സയ്ക്കെതിരെ പിന്നീട് കണ്ടത് PSGയുടെ തിരിച്ചുവരവ്. 40-ാം മിനിറ്റിൽ ഡെംബെല്ലയിലൂടെ PSG സമനില കണ്ടെത്തി. സ്കോർ 1-1. രണ്ടാം പകുതിയിൽ 54-ാം മിനിറ്റിൽ ഒരു ലോങ് റേഞ്ചർ ഗോളിലൂടെ വിറ്റീഞ്ഞ PSGയെ മുന്നിലെത്തിച്ചു. സ്കോർ 2-1. ഇതോടെ അഗ്രഗേറ്റ് സ്കോറും തുല്യമായി. പിന്നാലെ ബാഴ്സലോണ പരിശീലകൻ സാവിയും ചുവപ്പ് കാർഡ് കണ്ട് പുറത്ത്. 61-ാം മിനിറ്റിൽ ഡെംബെല്ലയെ ക്യാൻസലോ ഫൗൾ ചെയ്തതിന് PSG അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് എംബാപ്പെ PSGയെ അഗ്രഗേറ്റ് സ്കോറിലും മുന്നിലെത്തിച്ചു. 89-ാം മിനിറ്റിൽ എംബാപ്പെ PSGയുടെ 4ാം ഗോളും നേടി വിജയവും സെമിയും ഉറപ്പിച്ചു. അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയെത്തുന്ന ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോർട്ട്മുണ്ടാണ് സെമിയിൽ PSGയുടെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.